ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് പീക്ക് ഡിസ്ട്രിക്റ്റിലെ മനോഹരമായ ഒരു വില്ലേജായ ബക്സ്റ്റണിലേക്കാണ്. നല്ല വൈബ്രൻ്റായ ലാൻഡ്സ്കേപ്പും റിച്ച് ഹിസ്റ്ററിയും പിന്നെ നല്ല വെറൈറ്റി ആയ അട്രാക്ഷൻസും ഉള്ള സ്ഥലമാണ് ബക്സ്റ്റൺ. നേച്ചർ ലവേഴ്സിനും ഹിസ്റ്ററി ലവേഴ്സിനും ഒക്കെ പറ്റിയൊരു ഗെറ്റ് അവേ സ്പോട്ടാണ് ബക്സ്റ്റൺ. ബക്സ്റ്റണിലെ ഐക്കോണിക് പ്ലേസുകൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. എൻ്റെ സ്ഥലമായ ഡെർബിയിലെ ബസ് സ്റ്റേഷനിൽ നിന്ന് 1 ഡേ വാലിഡിറ്റിയുള്ള ഹൈ പീക്ക് ബസ് പാസും എടുത്ത് ഞാൻ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 9 മണിയോടെ തന്നെ ഞാൻ ബക്സ്റ്റൺ ടൗണിലെത്തി. നല്ല ക്ലിയർ സ്കൈയും ചെറിയ തണുപ്പും ഉള്ളതുകൊണ്ട് തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് ഡേ ആയിരുന്നു അന്ന്. ബക്സ്റ്റൺ ടൗണിൻ്റെ സെൻറ്ററിലുള്ള പെവിലിയൻ ഗാർഡൻസിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. 23 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു ലാൻഡ്സ്കേപ്പ് ഗ്രീനറിയാണ് പെവിലിയൻ ഗാർഡൻസ്. 19-ാം നൂറ്റാണ്ടിൻ്റെ എൻഡിൽ എഡ്വേർഡ് മിൽനറാണ് ഈ ഗാർഡൻസ് ഡിസൈൻ ചെയ്തത്. പഴയ വിക്ടോറിയൻ ഭംഗിയുടെയും നാച്ചുറൽ ബ്യൂട്ടിയുടെയും ഒരു പെർഫെക്റ്റ് മിക്സാണ് ഈ ഗാർഡൻസ്. പാർക്കിൻ്റെ സെൻറ്ററിലൂടെ ഒഴുകുന്ന റിവർ വൈ അതിനെ ഒന്നും കൂടി പിക്ചറിസ്റ്റിക് ആക്കുന്നു. ചെറിയ മഞ്ഞും അരുവിയും പിന്നെ ഈ ഇളംവെയിൽ കാണുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണ്. ഇവിടെ വരുന്ന വിസിറ്റേഴ്സിനെ വെൽക്കം ചെയ്യാൻ നല്ലൊരു ഗ്ലാസ് ഡോം ബിൽഡിങ്ങും അഡ്വഞ്ചർ പാർക്കും പിന്നെ നല്ലൊരു കഫറ്റേറിയയും ഇവിടെ അവൈലബിൾ ആണ്. രണ്ട് വേൾഡ് വാറിലും കൂടി വീരമൃത്യു വരിച്ച സോൾജേഴ്സിന് വേണ്ടിയുള്ള വാർ മെമ്മോറിയലാണ് ഈ കാണുന്നത്. ഒരു കൈയിൽ വാളും മറ്റേ കൈയിൽ റീത്തും പിടിച്ചിട്ടുള്ള ചിറകുള്ള വിക്ടറിയുടെ ഒരു ബ്രോൺസ് സ്റ്റാച്യു ആണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടുന്ന് ഇറങ്ങി ഞാൻ ഇവിടുത്തെ ഫേമസ് സ്പോട്ടായ സോളമൻ ടെമ്പിളിലേക്കുള്ള ഹൈക്കിംഗ് തുടങ്ങി. നല്ല ഫ്രോസണായ പുല്ലിൻ്റെ മേലെ സൺലൈറ്റ് വന്ന് വീഴുമ്പോൾ സ്റ്റീം പറന്നു വരുന്നത് കാണാമായിരുന്നു. ഏർലി മോർണിംഗ് ജോഗിങ്ങിന് പോകുന്ന മൗണ്ടൻ ട്രെയിൽ റണ്ണേഴ്സിനെയും ഇവിടെ കാണാം.
പഴയ ഒരു ബറിയൽ സൈറ്റിൻ്റെ മേലെ 1896 ഈ ടവർ കൺസ്ട്രക്ട് ചെയ്തത്. ഇവിടുത്തെ ലോക്കൽ വർക്കേഴ്സിന് ജോലി കിട്ടാനായി പബ്ലിക് സബ്സ്ക്രിപ്ഷൻ വഴി ഫണ്ട് കളക്ട് ചെയ്താണ് ഈ ടവർ കൺസ്ട്രക്ട് ചെയ്തത്. ഇവിടത്തേക്കുള്ള ക്ലൈംബ് ചെറിയ സ്റ്റീപ്പാണെങ്കിൽ തന്നെ ടവറിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ വെൽ വേർത്താണ്. ഇനി ബക്സ്റ്റണിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ അത്ഭുതങ്ങളുടെയും മിസ്റ്ററിയുടെയും ഒരു ഹിഡൻ വേൾഡ് ഉണ്ട്. അതാണ് പൂൾസ് കാവേൺ. ഈ സ്ഥലം ഹൈഡ് ഔട്ടായി ഉപയോഗിച്ചിരുന്ന ഒരു ഫേമസ് ക്രിമിനലിൻ്റെ പേരിലാണ് ഈ ഗുഹ ഇപ്പോൾ അറിയപ്പെടുന്നത്. പക്ഷേ ഈ കേവിൽ ഹ്യൂമൻ ആക്ടിവിറ്റി തുടങ്ങിയിട്ട് ഒരു 2000 വർഷത്തിൻ്റെ പഴക്കമുണ്ട്. ക്രിസ്മസ് വെൽക്കം ചെയ്യാൻ വേണ്ടി ഈ നാച്ചുറൽ കേവിൻ്റെ കുറേ ഏരിയാസ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ നാച്ചുറൽ ലൈംസ്റ്റോൺ കേവിന് 1,000,000 വർഷത്തെ പഴക്കമുണ്ട്. ഈ കേവിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു ചെറിയ അരുവി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ റോക്ക് ഫോർമേഷൻ്റെ ഒക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടുത്തെ ഗൈഡുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ബക്സ്റ്റണിൽ വിസിറ്റേഴ്സിന് കാണാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നത്തെ ട്രിപ്പ് തീർക്കുന്നതിന് മുന്നേ ഞാൻ ഇവിടുത്തെ ഗോയ്റ്റ് വാലിയിലേക്ക് പോയി. പക്ഷേ ബസ്സിൽ കാഴ്ചകളൊക്കെ കണ്ടിരുന്നത് കാരണം ഇറങ്ങേണ്ട വ്യൂ പോയിന്റിൽ നിന്ന് 3 മൈൽസ് മാറിയാണ് ഞാൻ ബസ് ഇറങ്ങിയത്. ഈ ദൂരം അത്രയും തിരിച്ച് നടക്കേണ്ടി വന്നു. നല്ല മനോഹരമായ കുന്നുകളും വളഞ്ഞു പൊളഞ്ഞു പോകുന്ന വഴികളുമുള്ള ഈ സ്ഥലം നേച്ചർ ലവേഴ്സിനും ഹൈക്കേഴ്സിനും പറ്റിയൊരു സ്പോട്ടാണ്. ബസ് സ്റ്റോപ്പ് മിസ്സായ ഞാൻ ഇപ്പോൾ കൂടുതൽ ഹാപ്പിയാണ്.
വാലിയുടെ വ്യൂ പോയിന്റ് കാണാൻ വന്ന ഞാൻ ഇപ്പോൾ അതേ വാലിയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. നടന്നു പോകുന്ന വഴിക്ക് ഇവിടുത്തെ ഒരു പോപ്പുലർ കാരവൻ പാർക്കിംഗ് ഏരിയയും കാണാൻ പറ്റി. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ഞാൻ ബുക്ക് ചെയ്ത യൂത്ത് ഹോസ്റ്റലിലേക്ക് ബസ് കയറാൻ വേണ്ടി ബക്സ്റ്റൺ ടൗണിൽ തിരിച്ചെത്തി. ഹോസ്റ്റലിൽ തന്നെയുള്ള റെസ്റ്റോറൻറ്റിലെ നല്ല ഡിന്നറും കഴിച്ച് ഞാൻ കിടന്നു. കാരണം അതിൻ്റെ നെക്സ്റ്റ് ഡേ പീക്ക് ഡിസ്ട്രിക്റ്റിൽ തന്നെയുള്ള ബേക്ക്വെൽ എന്ന വേറൊരു മനോഹരമായ ടൗണിലേക്കാണ് ഞാൻ പോകാൻ പ്ലാൻ ചെയ്യുന്നത്.